സ്കിൻ ആൻഡ് ഹെയർ കെയർ ഡെയിലി ചെയ്യാത്തവരായിട്ട് ഇപ്പോൾ ആരും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ്സ് എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ ഇത് ലോങ് ടേം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് പിന്നീട് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് പിന്നീട് ഉണ്ടാവുന്നത് എന്നതിനെപ്പറ്റി പലരും ഇന്ന് അവെയർ അല്ല. സ്കിൻ എന്ന് പറയുന്നത് ബോഡിയുടെ ഇൻറ്റേർണൽ ഫങ്ഷനിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടെയാണ്. നമ്മൾ പുറമേ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇൻറ്റേർണൽ കോസ് കറക്ഷൻ കൂടെ ചെയ്യുന്നത് സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ട് വെക്കാനും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് സ്കിന്നിന് ഇഷ്യൂസ് വരുന്നത്. അത് മേ ബി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായി റിലേറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ നമ്മുടെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട രക്തശുദ്ധിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പൊടിയും അതേപോലെ പൊല്യൂഷൻ, ടാനിങ്, അങ്ങനെ എക്സ്റ്റേണൽ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാരണങ്ങൾ കൊണ്ടാണ് സ്കിന്ന് ഡാമേജ്ഡ് ആവുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ സ്കിന്നിൻ്റെ കെയർ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്കിന്നിന് ബേസിക്കലി 3 ലെയേഴ്സാണുള്ളത്. അതിൽ ഏറ്റവും പുറമേ കാണുന്ന എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയറാണ് നമ്മുടെ കളർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മെലാനോസൈറ്റ്സിൻ്റെ, അതായത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെലാനിൻ സെക്രിയേറ്റ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിലാണ് മെലാനോസൈറ്റ്സിൻ്റെ പ്രസൻറ്റ് ഉള്ളത്. ഇപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ക്രീമുകൾ, നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ, അതേപോലെ തന്നെ കാജൽ പോലുള്ള കോസ്മെറ്റിക്സിൽ ഒരു ലോങ് ടേം യൂസിലൂടെ നമ്മളുടെ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറൻസ് വരുമെങ്കിലും അതിനകത്ത് അളവിനധികം ആയിട്ടുള്ള ഹെവി മെറ്റൽസിൻ്റെ ഒരു പ്രസൻസ്, അതായത് മെർക്കുറി, കാഡ്മിയം, ലെഡ് പോലുള്ള ഹെവി മെറ്റൽസിൻ്റെ ഒരു പ്രസൻസ് കാരണം ഇതിൻ്റെ ഒരു ലോങ് ടേം യൂസ് കാലക്രമേണ നമ്മുടെ കിഡ്നി ഫങ്ഷനിങ്ങിനെ ബാധിക്കുക, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലർജീസ് സ്കിന്നിൽ കാണിക്കുക, ഇതേപോലെ ആക്നെ പ്രോണായിട്ട് അല്ലെങ്കിൽ റെക്കറൻ്റായിട്ട് ആക്നെ വരിക, ഇച്ചിങ് വരിക, ചിലർക്ക് ചെറിയ തരത്തിലുള്ള ബേണിങ് സെൻസേഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആണ് ഈ പ്രോഡക്റ്റ്സ് നിത്യമായി യൂസ് ചെയ്യുമ്പോൾ കണ്ടുവരുന്നത്. അപ്പം നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം എന്നതാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നാച്ചുറൽ സോഴ്സസിലൂടെ എങ്ങനെ നമുക്ക് സ്കിൻ കെയർ ഡെയിലി വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കറ്റാർ വാഴയുടെ പൾപ്പ് വെറുതെ എടുത്ത് ഡെയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർത്ത് ഡെയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ ടൈപ്പ് സ്കിന്നിനും കറ്റാർവാഴ സ്യൂട്ടബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിന്നിന് ഇതൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, കറ്റാർവാഴയുടെ ആൻറ്റി ആക്നെ പ്രോപ്പർട്ടി, അതായത് കൂടുതലും ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഈ ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു റെക്കറൻറ്റ് ആയിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പം കറ്റാർവാഴയുടെ ഈ ഒരു ആൻറ്റി ആക്നെ പ്രോപ്പർട്ടി കാരണം ഈ റെക്കറൻ്റായിട്ട് വരുന്ന മുഖക്കുരുവിനെ അത് കുറയ്ക്കുകയും അതേപോലെ മുഖക്കുരു വന്നതിന് ശേഷമുള്ള ആക്നെ മാർക്സിനെ ഫെയ്ഡ് ചെയ്യാനും ഡെയിലി കറ്റാർവാഴയുടെ പൾപ്പ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. അടുത്തതായിട്ടുള്ളത് മഞ്ഞളാണ്. മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കാലാകാലങ്ങളായിട്ട് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതിന് അനേകം പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഈ പറഞ്ഞ പോലെ സ്കിൻ ബ്രൈറ്റനിങ് ആക്കാനും, ഡീടാൻ ചെയ്യാൻ, മൊത്തത്തിൽ സ്കിന്നിനുള്ള ഡൾനെസ് കുറയ്ക്കാനായിട്ട്, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതേപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനെല്ലാം മഞ്ഞളിൽ നല്ലൊരു റോളാണ് ഉള്ളത്. നല്ലപോലെ വെയിലൊക്കെ കൊണ്ടുവന്ന് ടാൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മുഖത്തും കഴുത്തിനും അതേപോലെ കൈകളിലും എല്ലായിടത്തും മഞ്ഞളും കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പാക്ക് ഈ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം, അതായത് ഓവർ ഡ്രൈ ആവാതെ ഒരു 20 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൈകൊണ്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് ടാൻ മാറ്റാനായിട്ട്, അതായത് ഡീടാനിങ് എന്നുള്ളൊരു കാര്യം ഡീടാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് തന്നെ നമുക്കിപ്പം ഡ്രൈ സ്കിന്നും അതേപോലെ ഓയിലി സ്കിന്നും 2 കാറ്റഗറി
നമുക്ക് ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, അതേപോലെ കോമ്പിനേഷൻ സ്കിൻ, ഇങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. ഇതിനകത്ത് ഡ്രൈ സ്കിന്നുള്ളവർ, അതായത് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫേസ് വാഷ് മുഖം നല്ലോണം കഴുകിയാലും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മുഖം ഭയങ്കരമായിട്ട് വരണ്ട് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു സ്കിന്നിനെയാണ് നമ്മൾ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ഈ ഡ്രൈ സ്കിൻ ഉള്ളവരിൽ നമുക്ക് കടലമാവും അതേപോലെ തന്നെ മഞ്ഞളും ഉപയോഗിക്കുമ്പം തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഡ്രൈ സ്കിന്നുകാർക്ക് ആപ്റ്റായിട്ടുള്ളത്. അതേസമയം അതൊരു ഓയിലി സ്കിന്നാണെങ്കിൽ, ഓയിലി സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കുരു വരുന്ന ഒരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നായിരിക്കും ഓയിലി സ്കിൻ. അതേപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്താലും എപ്പോഴും ഇങ്ങനെ ഒരു എണ്ണമയം മുഖത്ത് എപ്പോഴും ഉണ്ടാവും. അത് അവരുടെ സെബേഷ്യസ് പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. ആ ഓയിലി സ്കിന്നുള്ളവരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈരിന് പകരം ഒന്നെങ്കിൽ തേനോ അല്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളത്തിലോ ഈ പറഞ്ഞ പോലെ മഞ്ഞളും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നല്ല ഒരു ക്ലെൻസറായിട്ട് നമുക്ക് നിത്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അരിപ്പൊടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്ലെൻസറുമാണ്. അതേപോലെ സ്കിന്നിൻ്റെ ആ ഒരു സാഗിങ്ങിനെ കുറേ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്ന് ലൂസായിട്ട് സാഗ് ചെയ്യാൻ തുടങ്ങുന്നതിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഈ പറയുന്ന പോലെ അരിപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ വെള്ളത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ടൊമാറ്റോയുടെ ജ്യൂസ്. ഈ പറയുന്ന പോലെ ടൊമാറ്റോയുടെ നീരിൽ, തക്കാളിയുടെ നീരിൽ ഈ പറഞ്ഞ പോലെ മഞ്ഞൾ ചേർത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാൻ, ഡാർക്ക് സ്പോട്ടുകൾ കുറയ്ക്കാൻ, അതിനെയൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വളരെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പൊട്ടറ്റോയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. അത് വെറുതെ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്തിട്ട് ഒന്നെങ്കിൽ അത് കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കണ്ണിനടിയിൽ വെക്കുന്നത് ഈ പറയുന്ന പോലെ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്, ഡെയിലി അപ്ലൈ ചെയ്യുന്നതിലൂടെ ഡാർക്ക് സ്പോട്ടുകൾ, അതേപോലെ ആക്നെ മാർക്സുകൾ, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ ഫേഡ് ചെയ്യാനായിട്ടും പൊട്ടറ്റോയുടെ ജ്യൂസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുള്ള എക്സസീവായിട്ടുള്ള ഓയിലിനെ അത് വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സസീവായിട്ടുള്ള ഓയിൽ വന്നു കഴിയുമ്പം ഈ പറയുന്ന പോലെ നമ്മുടെ മുഖത്തുള്ള നാച്ചുറൽ പോർസ് ഉണ്ട്, അതായത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ എക്സസീവായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പം ഈ പോർസ് എല്ലാം ക്ലോഗ് ചെയ്തിട്ട് ഇത് മൊത്തം അടഞ്ഞിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്നെയാണ് വരുന്നത്. പഴുപ്പോട് കൂടിയിട്ടുള്ള ആക്നെ വരാം, അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള റെഡിഷ് കളറിലുള്ള സിബം നിറഞ്ഞിട്ടുള്ള ആക്നീസ് വരാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ എക്സസീവായിട്ടുള്ള ഓയിൽ ഇതിൻ്റെ പോർസ് എല്ലാം ക്ലോസ് ആയിട്ട് അത് വന്ന് ക്ലോഗ് ചെയ്തിട്ടാണ് ഇത്തരം ആക്നീസ് ഉണ്ടാകുന്നത്. അപ്പോൾ മുൾട്ടാണി മിട്ടി റെഗുലർലി യൂസ് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ പോലുള്ള എക്സസീവായിട്ടുള്ള ഓയിലിനെ അത് റിമൂവ് ചെയ്തിട്ട് ഈ പോസുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ആ ക്ലോഗിങ്ങിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് ആക്നെ റെക്കറൻ്റ് ആയിട്ട് വരുന്നത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ മുൾട്ടാണി മിട്ടി നല്ലൊരു ഓപ്ഷനാണ്. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാം. അതല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിന് പകരം തൈര് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നാച്ചുറലി നമുക്ക് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ചന്ദനം അരച്ച് തേക്കുക. അതേപോലെ നല്ല പച്ചമഞ്ഞൾ, ആര്യവേപ്പില. ഇപ്പം നല്ലപോലെ ആക്നെ വരുന്ന ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആര്യവേപ്പില നന്നായിട്ട് അരച്ച് അതിനകത്ത് ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് അത് ഈ പറഞ്ഞ പോലെ സ്പോട്ട് ചെയ്ത് കൊടുക്കാം. അത് ആക്നെ കുറയ്ക്കാനും ആക്നെ കഴിഞ്ഞിട്ടുള്ള ആക്നെയുടെ ആ സ്പോട്ടുകൾ ഫേഡ് ചെയ്യാനായിട്ടും ഈ കുരുക്കൾ ഈ ഒരു പാക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇതിൻ്റെ മഞ്ഞളും ആൻറ്റി ബാക്ടീരിയലാണ്, ആര്യവേപ്പിലയും ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനും ഈ പറയുന്ന പോലെ സ്കിന്നിൻ്റെ ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേപനങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന പോലെ രക്തചന്ദനം അടങ്ങിയിട്ടുള്ള ലേപനങ്ങൾ, കുങ്കുമം അടങ്ങിയിട്ടുള്ള ലേപനങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോവിനെ എൻഹാൻസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്തിനെ
നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ലേപനങ്ങൾ നല്ലപോലെ സഹായിക്കും. ഏതൊരു ലേപനം യൂസ് ചെയ്യുന്നതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതായത് ജസ്റ്റ് ഒരു സ്മോളർ ഏരിയയിൽ മുഖത്ത് വന്ന അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് അതിന് ഉണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന പോലെ ഏതൊരു പാക്കും കംപ്ലീറ്റ്ലി നമ്മൾ മുഖത്തും അതേപോലെ കഴുത്തിലും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യാവും. അപ്പം ഏതൊരു ഫേസ് പാക്കുകൾ യൂസ് ചെയ്താലും അതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മൾ എക്സ്റ്റേണലി കെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇൻറ്റേർണലി നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഡയറ്റ്, അതിനകത്ത് നല്ല രീതിയിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യുക. അതായത് ബീട്രൂട്ട്, പോംഗ്രാനൈറ്റ്, ക്യാരറ്റ്, ആപ്പിൾ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ നല്ലപോലെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിലും കൂടെ കുറേ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ ഇൻറ്റേർണൽ കറക്ഷനിലൂടെ നമുക്ക് സ്കിന്നിൻ്റെ ഹെൽത്ത് നല്ലോണം, സ്കിന്നിൻ്റെ ഗ്ലോയും ഹെൽത്തും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സ്കിൻ കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ കെയർ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പോലെ ചില ഷാംപൂസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെയിലി നമ്മൾ ഹെയർ ഡ്രയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയറിൻ്റെ ഒരു നാച്ചുറൽ ടെക്സ്ചറിൽ നിന്ന് അത് മാറി അതിൻ്റെ ഫ്രിസിനെസ് കൂടുക, ഡ്രൈനെസ് കൂടുക, ഹെയർ പെട്ടെന്ന് ബ്രിട്ടിലാവുക, സ്പ്ലിറ്റൻസ് പോലെ വരിക, ഹെയർ ഫോള് പോലുള്ള പ്രശ്നങ്ങൾ പലരിലും കണ്ടുവരാറുണ്ട്. അത് സ്കിൻ കെയർ ചെയ്തതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചുറലി നമുക്ക് ഹെയർ കെയറും ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് വീക്ക്ലി വൺസ് നമ്മൾ ഹെയർ പാക്കുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഹെയറിൻ്റെ ഒരു ഡ്രൈനെസ്, അതായത് ഫ്രിസിനെസ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് അലോവേര എന്ന് പറയുന്നത്. അലോവേരയുടെ ജെല്ല് മാത്രം ഈ പറയുന്ന പോലെ ഹെയർ മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വാഷ് ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അലോവേരയുടെ കൂടെ നമ്മുടെ നാച്ചുറലി നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അങ്ങനെ തന്നെ ചിരകിയ തേങ്ങ എടുത്ത് ഇത് രണ്ടും കൂടെ നല്ലപോലെ അരച്ച് നമുക്ക് ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അത് വാഷ് ഓഫ് ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ടത് സൈനസൈറ്റിസ്, അതുപോലെ റെക്കറൻ്റ് ആയിട്ട് ജലദോഷം വരുന്നവർ, നീർവീഴ്ചയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പാക്ക് 20 മിനിറ്റ്സിന് പകരം വളരെ ഡ്യൂറേഷൻ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് ബേസിക്കലി കുറച്ച് തണുപ്പാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇതൊരു 20 മിനിറ്റ്സിന് പകരം ഒരു 10 മിനിറ്റ്സോ വല്ലതും യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം. അതേപോലെ നമുക്ക് വീക്ക്ലി വൺസ് ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അതായത് നോർമലി നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് ഒന്നെങ്കിൽ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് തന്നെ സ്കാൽപ്പ് മൊത്തം നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു മസാജ് സ്കാൽപ്പിന് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ്സ്. അതിനുശേഷം അത് വാഷ് ഓഫ് ചെയ്യുക. അങ്ങനെ വീക്ക്ലി വൺസ് ഈ പറയുന്ന പോലെ ഹെയർ കെയറും അതേപോലെ സ്കിൻ കെയറും ചെയ്യുന്നതിലൂടെ നമുക്ക് നാച്ചുറലി ഇതിനെ രണ്ടിനെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ഇതിൻ്റെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഒരു ഹെൽത്തും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും.